നമ്മുടെ ദുബായ് പാക്കേജിന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ നമ്മുടെ ക്ലയൻസിനോടൊക്കെ നമ്മളെ പാക്കേജിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം. ദുബായ് ട്രിപ്പ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു, നല്ല സന്തോഷമായി, നല്ല ഹാപ്പിയായി, എന്താ പറയുക, എക്സലൻറ്റ്. അബുദാബി, ഷാർജ, ദുബായ് കാണാൻ പറ്റി. നല്ല കാഴ്ചയായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു, നല്ല താമസമായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. സുഖമായി യാത്ര. പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ ട്രിപ്പിലെത്തിപ്പെട്ടത്. പക്ഷേ ദുബായ് പോകാൻ 10 കൊല്ലമായി ആഗ്രഹിക്കുന്നു. പക്ഷേ ആരെ കൂടെ പോകണമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റ് രാജ്യങ്ങളൊക്കെ അൽഹിന്ദിൻ്റെ കൂടെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കോഴിക്കോട് നടന്ന ഒരു എക്സ്പോയിൽ വെച്ചിട്ടാണ് ഞാൻ അൽഹിന്ദിൻ്റെ ഈ ടൂറിനെ പറ്റിയിട്ട് പരിചയപ്പെടുന്നത്. ഷാഹിനെയാണ് ഇതിൽ ഞങ്ങൾ ടൂർ മാനേജറായിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടൂറിൽ എനിക്ക് അനുഭവത്തിലുണ്ടായിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അൽഹിന്ദിൻ്റെ കൂടെ ഞാൻ മുൻപൊരു മലേഷ്യ ട്രിപ്പിൽ പോയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും അൽഹിന്ദിൻ്റെ കൂടെ ഈ ഒരു യാത്രയ്ക്ക് തയ്യാറായത്. എന്നാൽ ഞാൻ ഇതുവരെ പോയ എല്ലാ യാത്രയിൽ വെച്ചിട്ടും ഏറ്റവും ഗംഭീരമായൊരു യാത്രയും ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് ഇതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും പ്രത്യേകം സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഇനി അൽഹിന്ദിൻ്റെ കൂടെ ദുബായിലേക്ക് തന്നെ യാത്ര പോകണം. അടിപൊളിയാണ്. ഫുഡായാലും ഹോട്ടലായാലും പിന്നെ മൊത്തത്തിലെല്ലാവരും നല്ല ഹാപ്പിയാണ്. എപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുന്നത് നല്ലത്. ഒറ്റയ്ക്ക് പോകുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു മുന്നേ മലേഷ്യ പോയിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്നും പറയാനില്ല. ഫാമിലി പോലായി. ഓക്കെ. ഗൈഡും അടിപൊളിയാണ്. നമ്മൾ ഈ ദുബായ് ട്രിപ്പിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സംതൃപ്തിയായ ഈ സമയത്താണ്, പ്രത്യേകിച്ച് അൽഹിന്ദ്. പിന്നെ നമ്മൾ കോർഡിനേറ്റർമാരെല്ലാം വളരെ സഹകരിച്ചിരുന്നു. ഭക്ഷണം എല്ലാം വളരെ നന്നായി കിട്ടി. ഇന്ന് ഞങ്ങൾ ഷാർജയിൽ നിന്ന് കയറി പോവുകയാണ്. ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ അതിൽ നമുക്ക് എവിടെയും യാത്ര ചെയ്യാനും പറ്റിയിട്ടില്ല. ഇതാകുമ്പോൾ വളരെ സുഖമായിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുക, ഒരു ടെൻഷനും ഇല്ല. അത്ര സുഖം. അതാണ് പ്രത്യേകിച്ച് അൽഹിന്ദിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഷമീർ എന്ന് പറയുന്ന ഒരാളാണ് ശരിക്കും കോണ്ടാക്ട് ചെയ്തത് അൽഹിന്ദ് എന്ന്, കാലിക്കറ്റ് നിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ടൂർ മാനേജർ ഷാഹിനിയാണ്. അബുദാബി വെരി ഇംപ്രസീവ്, മോസ്ക് പ്രത്യേകിച്ച്. ആൻഡ് അത് കഴിഞ്ഞ് ദുബായിലെത്തിയപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡെസേർട്ട് മെയ്ഡ് ഇൻ ടു എ മിറക്കിൾ ഗാർഡൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊരു വിഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് നന്നാക്കി എടുത്താൽ നന്നായിരുന്നു. ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊരു ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ, ഇത്രയും പേർക്ക് ജോലി കിട്ടുന്ന, എത്രയോ ഫാമിലികളെ രക്ഷപ്പെടുത്തുന്ന ഒരു വിഷണറിയായ പ്രസിഡൻറ്റും മറ്റ് അഡ്വൈസേഴ്സൊക്കെ ഉള്ളത് വലിയൊരു ഭാഗ്യമാണ് ഈ ഏരിയൻ്റെ. ദുബായ് വെരി നൈസ്, എൻജോയ്ഡ് ശരിക്കും. മാത്രമല്ല അൽഹിന്ദിൻ്റെ ഷക്കീം, രഞ്ജു, ഷൈന എല്ലാവരും നല്ല പെരുമാറ്റം. ആൻഡ് യുവർ വർക്ക് ഇസ് അഡ്മിറബിൾ, പ്രസൻറ്റേഷൻ വെരി ഗുഡ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഫുഡ് വാസ് ഗുഡ് ആൻഡ് അക്കോമഡേഷൻ എവറിത്തിങ്. ഞാൻ യൂറോപ്പിലൊക്കെ പോയ ആളാണ്. അപ്പം അക്കോമഡേഷനും ഫുഡും നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ എല്ലാ ഷാഹിനിയായാലും ഷമീറായാലും ഓഫീസിലെ ഷമീറായാലും പിന്നെ പുതിയ നമ്മുടെ ഗൈഡായാലും പിന്നെന്താ രഞ്ജു ആയാലും എല്ലാവരും നല്ല ഒരു പ്രസൻറ്റേഷനും നല്ലൊരു പെരുമാറ്റവും എല്ലാം നല്ലതായിരുന്നു. നല്ല അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. മോശമായിട്ടൊന്നും പറയാനില്ല, എല്ലാം നല്ലതായിരുന്നു. ഇനിയും ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരും. ദുബായ് പോകണം എന്നുള്ള വലിയൊരാശ മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അത് നിരുത്സാഹപ്പെടുത്തി, അവിടെയൊന്നും കാണാനില്ല. പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കാണാനുണ്ട്. ഷമീറാണ് എന്നെ ഇതിൽ വെറുതെ ഒന്ന് ഷമീറിനെ വിളിച്ചു നോക്കിയതാ, പക്ഷേ അവൻ എന്നെ വിട്ടില്ല. അങ്ങനെയാണ് ഇതിൽ തന്നെ കൂട്ടിയത്. വളരെ നല്ല സർവീസായിരുന്നു. മനസ്സിലായി ഷാഹിനി അതിലും വലിയൊരാളാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി എല്ലാം നന്നായി കോപ്പി ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഷഹീമിനെ എനിക്ക് എങ്ങനെയൊരു മനുഷ്യൻ ഇത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, നല്ലൊരു കണ്ണടയൊക്കെ വെച്ച് അത്ര ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പറഞ്ഞു തന്നു. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി ഡീൽ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ രഞ്ജു എല്ലാവരും നല്ല സർവീസായിരുന്നു. ഞാൻ ശരിക്കും പറയാൻ വെച്ചാൽ ഐ നെവർ എക്സ്പെക്റ്റ് ഇതുപോലത്തെ ഒന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഒന്ന് നമ്മൾ നല്ല താമസം, നല്ല ഫുഡ്, നല്ല റോയൽറ്റി, എല്ലാം ഹോസ്പിറ്റാലിറ്റി എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ദുബായ് നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഇതുവരെ ഇത്ര നല്ലൊരു ഗാർഡൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര ഇഷ്ടം. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ബാക്കിയുള്ള എല്ലാം അതെ ഓരോന്നോരോന്നായിട്ട് കുറേ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹായ്, എൻ്റെ പേര് ആൻ. എൻ്റെ പേര് ഐഡ. ഇവള് 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ MBBS കഴിഞ്ഞ് നിൽക്കുകയാണ്. PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്.
അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പം അമ്മയും അച്ഛനും അനിയത്തിയും കൂടെയാണ് ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കും ആക്ച്വലി എക്സാമൊക്കെ ആയതുകൊണ്ട് എനിക്കും എക്സാമാണ്. അപ്പോൾ ആക്ച്വലി പോകണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അവർ രണ്ടുപേരും പൊക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അവർ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരാമെന്ന് തീരുമാനിച്ചത്. തീരുമാനമായിരുന്നു. നല്ല കോർഡിനേറ്റഡ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയത് മലേഷ്യയിലായിരുന്നു. അപ്പോൾ അതിനേക്കാളും നല്ലോണം അൽഹിന്ദ് കോർഡിനേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ആക്ച്വലി ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വളരെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, അതുപോലെ തന്നെ നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു ആക്ച്വലി. ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ഒരു ഫാമിലി പോലെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അൽഹിന്ദ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് വരുന്നത്. അപ്പം ഒത്തിരി താങ്ക്ഫുൾ ആണ് അൽഹിന്ദിനോട് ഇങ്ങനെ ഒരു നല്ലൊരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത്. നമ്മൾ വന്നിട്ട് ഇപ്പം ഇന്ന് 5ാമത്തെ ദിവസമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഫുഡൊന്നും വലിയ പ്രശ്നമുണ്ടല്ലോ ആർക്കും. വയറിന് ആദ്യമൊന്നും ഞങ്ങൾ പേടിച്ചിരുന്നില്ല വയറൊക്കെ പ്രശ്നമാവോ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നീറ്റായിരുന്നു. രണ്ടൊന്ന് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഇവിടെ നല്ല ഹൈജീനിക്കാണ് ഫുഡ്. ഹോട്ടലുകളാണെങ്കിലും പുറമേ ഇറങ്ങിയാലും നമ്മുടെ ഇന്ത്യ മാതിരിയല്ല, എല്ലാം നല്ല നീറ്റ്, നമുക്ക് എപ്പോഴും ഇറങ്ങി നടക്കാനൊക്കെ. അതുപോലെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു. അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല. പിന്നെ രണ്ടാമത്തെ ശ്രദ്ധിച്ച കാര്യം, ഇവിടുത്തെ ഈ മരുഭൂമി ഈ രീതിയിൽ ഇവരാക്കി മാറ്റിയത് ഒരു അത്ഭുതം തോന്നുക. കാരണം എന്ന് വെച്ചാൽ അത്രയും വെള്ളത്തിന് ഷോർട്ടേജുള്ള സ്ഥലം ഇവർ ഡ്രിപ്പ് ഇറിഗേഷൻ ഫെർട്ടിഗേഷനൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ നമ്മുടെ ടൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതുപോലെ അൽഹിന്ദിൻ്റെ സ്റ്റാഫ്, ടൂർ ഗൈഡ് എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. 5 ദിവസം പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് ഒരു ദിവസം പോയ മാതിരി 5 ദിവസം അങ്ങ് പോയി. ഹാപ്പിയായിട്ട് റിട്ടേൺ ഞങ്ങൾ പോകാൻ കഴിയുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. അൽഹിന്ദിൻ്റെ സേവനങ്ങൾ എന്നും ഓർക്കും. ഇനി ഏതെങ്കിലും ഒരു ടൂർ വരികയാണെങ്കിൽ ഞങ്ങൾ ആദ്യം അൽഹിന്ദിൻ്റെ അന്വേഷിച്ചിട്ട് അടുത്ത ഒരു ഓപ്ഷൻ നോക്കിയുള്ളൂ. സന്തോഷം. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. എല്ലാം നന്നായിരുന്നു. എല്ലാ സ്റ്റാഫിനെയും പ്രത്യേകിച്ച് നമ്മുടെ ടൂർ ഗൈഡ്, ഇവിടെ രഞ്ജു, പിന്നെ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന എല്ലാവരും നല്ല സ്റ്റാഫായിരുന്നു. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. നല്ല കോർഡിനേഷൻ ആയിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. വളരെ നല്ല ആസൂത്രണത്തോടു കൂടി ചെയ്ത അൽഹിന്ദിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. എത്രയോ കാലമായിട്ട് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ആശയാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ദുബായി പോകണം എന്നുള്ള ഒരേ ഒരാശയം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴാണ് സാധിച്ചത്. ദൈവം സഹായിച്ച്. വലിയൊരു ആഗ്രഹമായിരുന്നു ദുബായ് കാണുക എന്നുള്ളത്. ആ ആഗ്രഹം സഫലമാക്കാൻ അൽഹിന്ദിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു നല്ല ടീമിൻ്റെ കൂടെ കുറച്ച് ദിവസം, ആ ദിവസം തീർന്നു പോയതിൽ വളരെയധികം സങ്കടമുണ്ട്. യാത്രയൊക്കെ സൂപ്പർ. യാത്ര ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു പർദീസയാണല്ലോ ഈ ദുബായ് എന്ന ഈ മഹാനഗരം. ഒരു മാൻമെയ്ഡ് ഹെവൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന നഗരമാണ്. അത് നമ്മൾ യാത്രയിലൂടെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. മണലാരണ്യങ്ങളായിരുന്ന ഇന്ന് ഒരു 10-50 കൊല്ലം മുന്നേ വെറും മണലാരണ്യങ്ങളായിരുന്ന ഈ ഭാഗം മുഴുവൻ ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണ് പച്ച പിടിച്ച് കിടക്കുന്നത്. നല്ല മൈതാനങ്ങൾ, നല്ല ബിൽഡിങ്ങുകൾ ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹം നമ്മൾ ഇവിടെ സബലീകരിക്കപ്പെട്ട സ്വപ്നം ഈ അൽഹിന്ദിലൂടെ. പിന്നെ അൽഹിന്ദ് എന്ന ട്രൂപ്പ്, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോർഡിനേഷനിലും മറ്റ് എല്ലാ സർവീസിലും വളരെ ബെറ്ററായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്ന അസിസ്റ്റൻസിന് നന്ദിയുണ്ട്. വളരെ കൂടുതൽ നല്ല ടൂറുകൾ ഇതേപോലെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ എന്ന് നമ്മൾക്ക് സൗകര്യപ്പെടുമാർ നമ്മൾ സഹകരിക്കും. ഓക്കെ, താങ്ക് യു.